നമസ്കാരം. തിയേറ്ററുകളിൽ മോഹൻലാൽ ആരാധകർക്ക് ഒരു ആവേശമായി മാറുകയായിരുന്നു 2019 പുറത്തിറങ്ങിയ ലൂസിഫർ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറുകയായിരുന്നു. ഈ സിനിമയുടെ ഇൻട്രോ സീന് മുതൽ അവസാന രംഗം വരെ ചിത്രം മോഹൻലാൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക നൽകി. അതിൽ തന്നെ ഏറ്റവും അധികം കയ്യടി ലഭിച്ച രംഗങ്ങളിൽ ഒന്നായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ രണ്ടാമത്തെ ഇൻട്രോ, അതായത് സെക്കൻഡ് ഇൻട്രോ. തൻ്റെ വാഹനം പോലീസുകാർ തടയുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വരുന്ന ആ രംഗം തിയേറ്ററുകളിൽ നിറകയ്യടികളോടെയാണ് ഈ സീന് സ്വീകരിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ സീനിന് പ്രചോദനമായത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് പൃഥ്വിരാജ് തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പണ്ട് മുതലേ നാമെല്ലാം ഒരുപക്ഷെ കേട്ട കാര്യമായിരിക്കും ഇത്. സിനിമാക്കാർക്കിടയിൽ സജീവമായ ചർച്ചയിൽ ഉണ്ടാകാറുള്ള ഒരു വിഷയം തന്നെയാണിത്. എന്തായാലും ആ കഥയിലേക്കാണ് പോകുന്നത്. 1992 തമിഴ്നാട്ടിലെ ഏറ്റവും തിരക്കേറിയ വഴിയായ MG രാധാകൃഷ്ണൻ റോഡിലാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് രജനിക്കും അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ ജയലളിതയ്ക്കും ഇടയിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. രജനിയുടെ വണ്ടി ട്രാഫിക് കുരുക്കിൽ പെട്ടെന്ന് പെട്ടു. അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോട് അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയായ ജയയുടെ വാഹനം കടന്നു പോവുകയാണ്, ഗതാഗതം സ്തംഭിപ്പിച്ചിരിക്കുകയാണ് എന്ന് മറുപടി നൽകി. എത്ര നേരം കാത്തിരിക്കണമെന്ന രജനി പോലീസുകാരനോട് ചോദിച്ചു. അതിനെക്കുറിച്ച് അറിയില്ല, ഏതായാലും അരമണിക്കൂറായി ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് എന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രി വരാൻ വൈകുകയാണെങ്കിൽ വാഹനങ്ങൾ കടത്തി വിട്ടുകൂടെ എന്ന രജനി ക്ഷമാപൂർവം ചോദിച്ചു. എന്നാൽ തനിക്ക് കിട്ടിയ നിർദ്ദേശമാണ്, സ്ട്രിക്റ്റ് ഓർഡറാണ് എന്നാണ് പോലീസുകാരൻ നൽകിയ മറുപടി. സമയം ഒരുപാട് വീണ്ടും കടന്നുപോയി. അടുത്തൊന്നും ജയ വരുന്ന ലക്ഷണങ്ങളും കാണുന്നില്ല. ക്ഷമ നശിച്ച രജനി കാറിൽ നിന്നും പെട്ടെന്നിറങ്ങി അടുത്തുള്ള പെട്ടിക്കടയിൽ ചെന്ന് ഒരു സിഗരറ്റ് വാങ്ങി ഒരു പോസ്റ്റിൽ ചാരി സിനിമാ സ്റ്റൈലിൽ നിന്ന് വലിച്ചു. രജനീകാന്തിനെ റോഡിൽ കണ്ട ജനങ്ങൾക്ക് ആദ്യം സംശയമായിരുന്നു. തങ്ങളുടെ സൂപ്പർ സ്റ്റാറാണോ കൺമുന്നിൽ നിൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ പലതവണ നോക്കി. റോഡിൽ നിൽക്കുന്നത് രജനി തന്നെയാണെന്ന് മനസ്സിലാക്കിയതോടെ ആളുകൾ തടിച്ചുകൂടി. വഴിയിലെ ബ്ലോക്ക് വർദ്ധിച്ചു. ജയയുടെ വാഹനം എത്താറായപ്പോൾ കടന്നു പോകാനാകാത്ത സ്ഥിതി, റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. ഒടുവിൽ കടത്തിവിടാനാകില്ല എന്ന് പറഞ്ഞ അതേ പോലീസുകാരൻ വന്ന് രജനിയോട് സ്ഥലത്ത് നിന്നും പോകണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പോകാൻ കാത്തു നിൽക്കുകയാണ് എന്നായിരുന്നു രജനിയുടെ മറുപടി. മണിക്കൂറുകൾ വേണ്ടി വന്നു അവിടുത്തെ ആ ഗതാഗത കുരുക്കഴിക്കാൻ. ആ സംഭവമാണ് ലൂസിഫറിന് പ്രചോദനമായത് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. മോഹൻലാലിന് ലഭിച്ച ഏറ്റവും മികച്ച ഇൻട്രോകളിൽ ഒന്നായി ഇത് മാറുകയായിരുന്നു. ദീപക് ദേവിന്റെ കിടിലൻ BGM-ഉം സുജിത് വാസുദേവന്റെ ഷോട്ടുകളും ഈ സീനിനെ ഏറ്റവും മനോഹരമാക്കാൻ പങ്കുവഹിച്ചു. ലാലേട്ടനോടുള്ള പല ട്രിബ്യൂട്ട് വീഡിയോകളിൽ ഇത് സ്ഥാനം നേടി. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം L2 എമ്പുരാൻ എത്തുന്നതോടെയാണ് ഇക്കാര്യങ്ങൾ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. ചിത്രം മാർച്ച് 27-നാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത്.